അമേരിക്കൻ പ്രതികാര ചുങ്കവും കേരളവും എന്ന സെമിനാർ ഇവിടെ നടത്തുമ്പോൾ ഈ പ്രതികാര ചുങ്കം കാരണം ബാധിക്കപ്പെടുന്ന എല്ലാ മേഖലയിൽ ഉൾപ്പെടുന്ന ആൾക്കാരും ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഒരുപക്ഷെ ഈ പ്രതികാര ചുങ്കം വന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കാം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സെമിനാർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എങ്ങനെ ഈ പ്രതികാര ചുങ്കത്തെ പ്രതിരോധിക്കാം എന്നതിൽ ഒരു ദിശാനിർദ്ദേശം നൽകാൻ ഈ സെമിനാറിന് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം തന്നെ CITU സംസ്ഥാന കമ്മിറ്റിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രതികാര ചുങ്കം അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10-11 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ, കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അതിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1991 നവലിബറൽ നയങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ നയങ്ങൾ നടപ്പിലാക്കിയാൽ ഇന്ത്യൻ കർഷകരും തൊഴിലാളികളും രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമരങ്ങൾ നയിച്ചവരാണ് CITUവും അഖിലേന്ത്യാ കിസാൻ സഭയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനും മറ്റും. 1992 പുത്തൻ കാർഷിക നയം കൊണ്ടുവന്നപ്പോൾ അതേ വർഷം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ 27ാമത്തെ അഖിലേന്ത്യാ സമ്മേളനം ഹിസാറിൽ വെച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ആ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നിരവധി സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. പക്ഷേ 1991 ഈ നയങ്ങൾ വന്നപ്പോൾ ഒരു വലിയ വിഭാഗം കരുതിയത് ഈ നയങ്ങൾ കാരണം ഇന്ത്യൻ കർഷകർക്കും സാധാരണക്കാർക്കും അധ്വാനിക്കുന്നവർക്കും ഗുണം ഉണ്ടാവും, കർഷകർക്ക് നല്ല വില ലഭിക്കും, അന്താരാഷ്ട്രീയ മാർക്കറ്റിലെ വില ലഭിക്കും, ഡോളറിൽ ഇന്ത്യ ഉത്തരേന്ത്യയിലും മറ്റും ചില കർഷക സംഘടനകൾ ഇനി ഇന്ത്യൻ കർഷകർക്ക് ഡോളറുകൾ ഈ വിളകൾക്ക് കാശ് ലഭിക്കും എന്ന രീതിയിൽ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ 30 വർഷം തികയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്നാൽ ഈ 30 വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം 1995 മുതൽ 2014 വരെ ഏകദേശം 3.25 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തു, കടക്കണിയിൽപ്പെട്ട കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇത് 95 മുതൽ 2014 വരെ ഏകദേശം 20 വർഷക്കാലം. 2014 തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദിയും BJPയും നിരവധി ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP അധികാരത്തിൽ വന്നാൽ കാർഷിക പ്രതിസന്ധി ഇല്ലാതാവും, കർഷകന്റെ ആത്മഹത്യകൾ ഇല്ലാതാവും, കർഷകന്റെ ആദായം ഇരട്ടിപ്പിക്കും, കർഷകന് കൃഷിക്കാവശ്യമായ വിത്തും വളവും കീടനാശിനിയൊക്കെ സബ്സിഡിയോടെ കുറഞ്ഞ വിലക്ക് നൽകും, സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും, കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് നൽകും എന്നിങ്ങനെ നിരവധി വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന പാർട്ടിയാണ് BJP. പക്ഷെ ഈ 11 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ കർഷകരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒരു സ്ഥിതി നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 11 വർഷങ്ങൾക്കിടയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം കർഷകരും കർഷക തൊഴിലാളികളും ഏകദേശം 1,20,000 കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക്. ഇതേ കാലയളവിൽ മറ്റൊരു കണക്കും കൂടിയുണ്ട്. ഏകദേശം 3.5 ലക്ഷത്തോളം തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു ഈ 11 വർഷങ്ങൾക്കിടയിൽ എന്നാണ്.
ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ട് നഗരങ്ങളിലോട്ട് തൊഴിൽ തേടി വരുന്ന തൊഴിലാളികൾ, ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്നവരാണ്. 3.5 ലക്ഷത്തോളം ആൾക്കാർ ഈ 11 വർഷങ്ങൾക്കിടയിൽ ആത്മഹത്യ ചെയ്തു എന്നതാണ് ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിടുന്ന കണക്ക്. ഇത് രണ്ടും ചേർത്താൽ ഏകദേശം 5 ലക്ഷത്തോളം വരും. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, ആദിവാസി കർഷകർ ഉൾപ്പെടുന്നില്ല. നിരവധി സംസ്ഥാനങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയാൻ തയ്യാറല്ല. ഗുജറാത്ത്, ബീഹാർ, പശ്ചിമ ബംഗാളൊന്നും, അവിടെയൊക്കെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് തുറന്നു പറയാൻ തയ്യാറല്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. രൂക്ഷമായ ഒരു പ്രതിസന്ധി. അത് കർഷകർ മാത്രമല്ല, കർഷകരും കർഷക തൊഴിലാളികളും മാത്രമല്ല, തൊഴിലാളി വർഗവും ഒരു രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. 2008 മുതൽ ലോക മുതലാളിത്വ വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധി, അതിൽ നിന്ന് കരകയറാൻ അവർക്ക് സാധിക്കുന്നില്ല.